Hello all, welcome to another School to IIM video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ IPM സീരീസിലെ തന്നെ IPMAT എക്സാം സീരീസിലെ തേർഡ് ആൻഡ് ഫൈനൽ വീഡിയോ ആയ ജിപ്മാറ്റ് എക്സാമിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജിപ്മാറ്റ്. വാട്ട് ഇസ് ജിപ്മാറ്റ്, ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് ആൻഡ് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ജിപ്മാറ്റ് എന്ന് പറയുന്നത് ജോയിന്റ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് ആണ്. ജിപ്മാറ്റ് ഇസ് എ ന്യൂ എൻട്രൻസ് എക്സാം. അത് ഈ 2021 മുതലാണ് ജിപ്മാറ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് ഇറ്റ് ഇസ് കണ്ടക്റ്റഡ് ബൈ NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ആൻഡ് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജിപ്മാറ്റ് എക്സാം നടക്കുന്നത്? അതായത് IIM ജമ്മുവിലെയും IIM ബോധ് ഗയയിലെയും IPM പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് ജിപ്മാറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് 5 IIMസിലാണ് IPM പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ളത്. IIM ഇൻഡോർ, IIM റോഹ്താക്, IIM റാഞ്ചി, IIM ജമ്മു ആൻഡ് IIM ബോധ് ഗയ. അപ്പോ IPMAT ഇൻഡോർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് അവിടെ നമ്മൾ പറയുകയും ചെയ്തു IIM ഇൻഡോറിനും IIM റാഞ്ചിക്കും IPM അഡ്മിഷന് IPMAT ഇൻഡോറിന്റെ സ്കോർസ് തന്നെയായിരിക്കും അവര് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 IIMന് വേണ്ടിയിട്ടും ഒരു എക്സാമും വേണ്ടു, അതായത് IPMAT ഇൻഡോർ. അതുപോലെ തന്നെ നമ്മൾ IPMAT റോഹ്താഗും ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇപ്പൊ 3 IIMന് ശേഷം ഫൈനൽ ആയിട്ടുള്ള 2 പുതിയ IPM ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 2 IIMs ആണ് IIM ജമ്മു, IIM ബോധ് ഗയയും. ഈ 2 IIMസിലും ഈ ജിപ്മാറ്റ് വഴിയാണ് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് ഇവിടെ ഈ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത 2 IPMAT എക്സാംസിനേക്കാളും ഇവരുടെ മാർക്ക് കാൽക്കുലേഷൻ ആണെങ്കിലും സ്റ്റെപ്സ് ഓഫ് അഡ്മിഷൻ ആണെങ്കിലും ഈ 2 IIMസിലേക്കും ഈ ജിപ്മാറ്റ് എക്സാമിനും ബാക്കി എക്സാംസിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് ചേഞ്ചസും പാറ്റേണിലൊക്കെ ഒരുപാട് വ്യത്യാസവുമുണ്ട്. അപ്പൊ നമുക്കത് 1 by 1 എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇറ്റ് ഇസ് സെയിം ഫോർ ഓൾ ദ 3 എക്സാംസ്. അതായത് എന്താണ്, 10th and 12th എക്സാംസിന് മിനിമം 60% മാർക്ക് ഫോർ ജനറൽ കാറ്റഗറി ആൻഡ് SC/ST PWD കാറ്റഗറിക്ക് 55% മാർക്സ് എങ്കിലും 10th and 12th എക്സാംസിന് സ്കോർ ചെയ്യണം. സോ ഇത് മാത്രമേ ഉള്ളൂ ജിപ്മാറ്റിൽ ഒരു മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ജിപ്മാറ്റിന്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാം. ദിസ് ഇസ് ഓൾസോ വെരി സിമിലർ ടു ദി അതർ 2 എക്സാംസ്. ഇവിടെ 3 സെക്ഷൻസ് ആണുള്ളത്. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ലൈക്ക് ദി അതർ 2 എക്സാംസ്. ഇവിടെ MCQ ആണ്. പിന്നെ നിങ്ങൾക്കുള്ളത് ലോജിക്കൽ റീസണിങ്ങിന്റെ കൂടെ തന്നെ ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷനും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സെക്ഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ 3ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് ദി അതർ 2 എക്സാംസ്, വെർബൽ എബിലിറ്റിയും റീഡിംഗ് കോംപ്രിഹെൻഷനും ആണ്. അപ്പൊ ജിപ്മാറ്റിന് ഒരു കാര്യം എക്സ്ട്രാ വരുന്നത് എന്താണ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ്. അപ്പോൾ IPMAT ഇൻഡോറിൽ നമ്മൾ കണ്ടു ഈ ലോജിക്കൽ റീസണിങ്ങും ഡേറ്റ ഇന്റർപ്രിട്ടേഷനും രണ്ടും ഇല്ല. 2 types ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് IPMAT ഇൻഡോർ എക്സാമിന് വരുന്നത്. അതുപോലെ തന്നെ IPMAT റോഹ്താഗിന് നമ്മൾ കണ്ടു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒരു സെക്ഷനും പിന്നെ ലോജിക്കൽ റീസണിങ്ങും ആണ് അടുത്ത സെക്ഷൻ ആയിട്ട് വരുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് ഇവിടെ കാണാം ജിപ്മാറ്റിന് എന്താണ് സംഭവിക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്, ലോജിക്കൽ റീസണിങ്ങും ഉണ്ട്, അതിന്റെ കൂടെ പുതിയ ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷനും കൂടി അവിടെ ഒരു സെക്ഷൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എക്സാം എങ്ങനെയാണ് നടക്കുന്നത്? കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അപ്പോൾ ഈ ജിപ്മാറ്റ് എക്സാം എന്ന് വരുന്നത് ഈ ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. NTA കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് ജിപ്മാറ്റ് നടക്കുന്നത്. ആൻഡ് ഇവിടെയും ഈ ഒരു കണ്ടീഷനും ഇത് സെയിം ആസ് ദി അതർ 2 എക്സാംസ്. 4 marks for every correct answer and negative mark for every wrong answer. ആൻഡ് ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 3 സെക്ഷനും എന്താണ് MCQ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് നമുക്ക് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എത്ര ടൈം അലോട്ടഡ് ഉണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ടോട്ടൽ മാർക്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്താണ് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്, എല്ലാ സെക്ഷൻസിനും 50 minutes വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് ഒരു 150 minute എക്സാം ആണ് നടക്കുന്നത്. ആൻഡ് ഓരോ സെക്ഷൻ നമുക്ക് കാണാം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ലോജിക്കൽ റീസണിങ്ങിനും 33 ക്വസ്റ്റ്യൻസ് വെച്ചാണ് ചോദിക്കുന്നത്. ആൻഡ് അതിന്റെ ടോട്ടൽ മാർക്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 4 മാർക്ക് പെർ എവറി ക്വസ്റ്റ്യൻ. അപ്പൊ 33 into 4 എന്ന് പറയുമ്പോൾ 132 മാർക്സ്.
അടുത്ത സെക്ഷനും 132 മാർക്സ് തന്നെയാണ്. പിന്നെ നിങ്ങൾ വരുന്നത് എന്താണ് വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഇവിടെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ ഉണ്ട്, അതായത് 34 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വെർബൽ എബിലിറ്റി എന്ന് പറയുന്നത് യൂഷ്വലി എപ്പോഴും എല്ലാവരും ഓവർലുക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ അതിൽ നമ്മൾ നല്ലോണം സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്സ് ഇതിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ IPMAT ഇൻഡോറിന്റെ കേസിൽ കണ്ടു, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ വെർബൽ എബിലിറ്റി എന്നാണ്. അതുപോലെ തന്നെ സെക്ഷൻ വൈസ് കട്ട് ഓഫിലും ഹയസ്റ്റ് കട്ട് ഓഫ് വരുന്നത് വെർബൽ എബിലിറ്റിക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ യു ക്യാൻ സീ 34 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 4 മാർക്സ് കൂടി എക്സ്ട്രാ, അതായത് 136 മാർക്സ്. സോ ടോട്ടൽ നിങ്ങൾ വരുന്നത് 400 മാർക്സ് ആണ് ജിപ്മാറ്റിന്റെ ടോട്ടൽ സ്കോർസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ IPMAT ഇൻഡോറിന് നമ്മൾ കണ്ടു എന്താണ് 240 മാർക്സ് ആണ് ടോട്ടൽ ആയിട്ട് വന്നത്. ആൻഡ് IPMAT റോത്താക്ക് എത്തിയപ്പോഴത്തേക്ക് വന്നിട്ട് ഡബിൾ ആയി. സോ 480 മാർക്സ് ആയിരുന്നു. ആൻഡ് ഇവിടെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്, ജിപ്മാറ്റ് എക്സാമിൽ 400 മാർക്സ് ആണ് നിങ്ങളുടെ ടോട്ടൽ മാർക്സ് ആയിട്ട് വരുന്നത്. ഇനി ജിപ്മാറ്റിന്റെ സിലബസും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഈ ഒരു സിലബസ് തന്നെയാണ് എന്താണ് ബാക്കി 2 എക്സാംസിന് വേണ്ടിയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഹൗ ടു പ്രിപ്പയർ വീഡിയോയിൽ കുറച്ചും കൂടി ഏതൊക്കെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതൊക്കെയാണ് വരാൻ സാധിക്കുന്നത് നമ്മളൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ മോർ ഓർ ലെസ് ഇതേ ഒരു സിലബസ് തന്നെയാണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. ചില ഏരിയാസ് ചിലപ്പോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഏതൊരു ജനറൽ എക്സാമിനെ പോലെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും വരുന്ന അതേ സിലബസ് തന്നെയാണ് ഇവിടെയും ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവർ ഉദ്ദേശിക്കുന്നത് ക്ലാസ് 10 ലെവൽ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ യു ഷുഡ് ബി തറോ വിത്ത് ഓൾ ദി ബേസിക് കൺസെപ്റ്റ്സ്. ആൻഡ് അതിൽ നിന്ന് തന്നെ ഇപ്പൊ ജോമെട്രി ആയിക്കോട്ടെ, ഓൾജിബ്ര ആയിക്കോട്ടെ, ഇതെല്ലാം ചില ഏരിയാസിൽ അവർ കുറച്ച് സ്പെസിഫിക് ആയിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് സെക്ഷൻ ബി ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ലോജിക്കൽ റീസണിംഗ് ആണെങ്കിലും എന്താണ് അവർ കൊടുത്തിട്ടുണ്ട് ടെസ്റ്റ് ദി എബിലിറ്റി ടു ഇന്റർപ്രറ്റ് ഫ്രം ദ ഗിവൺ ഡേറ്റ സെറ്റ്, പിന്നെ ടെസ്റ്റ് ദി റീസണിംഗ് എബിലിറ്റി ഓഫ് ദി സ്റ്റുഡന്റ്. ആൻഡ് വെർബൽ എബിലിറ്റി സെക്ഷൻ സിയിലും കാണുകയാണെങ്കിൽ എന്താണ് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, പിന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് കോംപ്രിഹെൻഡ്, ഇന്റർപ്രറ്റ് ആൻഡ് ഇൻഫോ ഫ്രം ദി ഗിവൺ പാസേജ്. അപ്പൊ ഇതെല്ലാം ഭയങ്കര ഒരു ജനറൽ ആയിട്ട് ഉള്ളൊരു നേച്ചർ ആണ് ഈ എക്സാമിനുള്ളത്. ആൻഡ് ജിപ്മാറ്റ് 2021, അതായത് ഈ കൊല്ലമാണ് ആദ്യമായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പൊ ഇത്തവണത്തെ എക്സാമിന് ശേഷം മാത്രമേ അടുത്ത കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഇത്തവണത്തെ പേപ്പർ വെച്ചിട്ട് ആൻഡ് സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് തറോ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ IIM ബോധ് ഗയയും IIM ജമ്മു ഫോളോ ചെയ്യുന്ന ഒരു ജനറൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമുക്കൊന്ന് കാണാം. അപ്പൊ ഫസ്റ്റ് വൺ ആസ് യൂഷ്വൽ ആപ്ലിക്കേഷൻ മീറ്റിംഗ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ ഇവിടെ കണ്ടത് എന്താണ് മിനിമം പെർസെന്റേജ് ഓഫ് മാർക്സ് ആണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. അതായത് 60% മാർക്സ് ഇൻ ബോത്ത് 10th and 12th എക്സാം, പിന്നെ ജിപ്മാറ്റ് ടെസ്റ്റ് ആൻഡ് 10th and 12th മാർക്സ്. പിന്നെ IIM ജമ്മുവിന്റെ കേസിൽ ഒരു ജെൻഡർ ഡൈവേഴ്സിറ്റി സ്കോർ, അത് ഞാൻ കുറച്ചും കൂടി അടുത്ത ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളിപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്താണ് ജിപ്മാറ്റ് ടെസ്റ്റ് കഴിഞ്ഞ് നേരെ 10th and 12th മാർക്സിലോട്ടാണ് പോയിട്ടുള്ളത്. സോ ഇവിടെ എന്തില്ല, നിങ്ങളൊരു മെയിൻ ഒരു പേടി സ്വപ്നം അല്ലെങ്കിൽ എന്താകുമെന്ന് ആലോചിക്കുന്ന ഒരു പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്ന സാധനമേ ഇവിടെ ഇല്ല. അപ്പൊ നിങ്ങൾ ജിപ്മാറ്റിൽ നിന്ന് ജിപ്മാറ്റ് ടെസ്റ്റിൽ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യുന്നോ അതിലൂടെ തന്നെ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോ IIM-ലും ജമ്മുവിലും ബോധ് ഗയയിലും എങ്ങനെയാണ് അവരുടെ ഒരു അഡ്മിഷൻ പ്രോസസ് എന്ന് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. സോ IIM ജമ്മുവിൽ എന്താണ് നേരത്തെ പറഞ്ഞ ജെൻഡർ ഡൈവേഴ്സിറ്റി സ്കോർ എന്ന് മെൻഷൻ ചെയ്തല്ലോ. സോ യു ക്യാൻ സി എന്താണ് ജിപ്മാറ്റിന്റെ സ്കോർ എന്ന് പറയുന്നത് 60% ഓഫ് മാർക്സ് എന്താണ് ജിപ്മാറ്റ് സ്കോർ ചെയ്യുന്നതായിരിക്കും എടുക്കുന്നത്. ആൻഡ് ക്ലാസ് 10 മാർക്സ് 15% ആൻഡ് ക്ലാസ് 12 മാർക്സിന്റെയും 15%. സോ ഈക്വൽ വെയിറ്റേജ് ആണ് ക്ലാസ് 10-നും ക്ലാസ് 12 മാർക്സിനും. പിന്നെ എന്താണ് ജെൻഡർ ഡൈവേഴ്സിറ്റി സ്കോർ എന്ന് പറയുന്നത് ഒരു 10 മാർക്സും കൂടി. അത് എവിടെയാണ് വരുന്നത്, അതായത് ഫീമെയിൽസിന് എന്താണ് ഒരു എക്സ്ട്രാ 10 പോയിന്റ്സ് കൂടിയിട്ട് നിങ്ങൾ ഫൈനൽ സ്കോറിൽ ആഡ് ചെയ്യുന്നതാണ്. IIM ജമ്മുവിൽ IPM പ്രോഗ്രാമിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ഒരു അഡ്മിഷൻ. നിങ്ങളൊരു കോമ്പോസിറ്റ് സ്കോർ ആയിട്ട് ഈ കോമ്പറ്റൻസ് ഒക്കെ കൂടിയിട്ടാണ് നിങ്ങൾ കോമ്പോസിറ്റ് സ്കോർ വരുന്നത്. ആ സ്കോറിനെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ആൻഡ് റാങ്കിങ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്ന സാധനമേ ഇല്ല. സോ യു നീഡ് ടു ഗെറ്റ് ഗുഡ് മാർക്സ് ഫോർ ജിപ്മാറ്റ് ആൻഡ് 10th-നും 12th-നും നിങ്ങളുടെ മാർക്സിന് ഈക്വൽ വെയിറ്റേജ് എടുക്കും. ആൻഡ് ഇഫ് യു ആർ എ ഗേൾ യു ഹാവ് എ ബോണസ് 10 മാർക്സ്.
സോ ഇതാണ് IIM ജമ്മുവിന്റെ ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് IIM ബോധ് ഗയന്റെ ഇതേപോലെ തന്നെ മാർക്സിന്റെ ബ്രേക്ക് ഡൗൺ ഇങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. IIM ബോധ് ഗയ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജിപ്മാറ്റിൽ എന്താണ് ജിപ്മാറ്റ് സ്കോർ ആണ് 70% വെയിറ്റേജ് ആണ് വരുന്നത്. പിന്നെ എന്താ വരുന്നത് 10th 12th ഈക്വൽ വെയിറ്റേജ് ആയിട്ട് 15% ആണ്. ഇവിടെ IIM ജമ്മുവിലെ പോലെ ആ ജെൻഡർ ഡൈവേഴ്സിറ്റി സ്കോർ ഇവിടെ ആഡ് ചെയ്യുന്നതില്ല. അതുകൊണ്ട് തന്നെ ജിപ്മാറ്റിന് തന്നെ 70% ഓഫ് വെയിറ്റേജ് പോകുന്നത് നിങ്ങളുടെ ജിപ്മാറ്റ് സ്കോറിന് തന്നെയാണ്. ആൻഡ് ക്ലാസ് 10 12 എന്താ ഈക്വൽ വെയിറ്റേജ് ആണ് 15% വെച്ചിട്ട്. അപ്പോൾ ഇതിലൂടെയാണ് നിങ്ങളുടെ ഫൈനൽ സ്കോർ വരുന്നത്. ആൻഡ് ആ ഫൈനൽ സ്കോറിൽ നിന്നായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും മെറിറ്റ് ലിസ്റ്റും പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ 2 IIMകളിൽ IPM പ്രോഗ്രാമിനായിട്ട് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി ഇത് ഫസ്റ്റ് ടൈം 2021 നടന്നത് കൊണ്ട് ഇത്തവണ വന്ന ഒരു കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നതാണ്. ടോട്ടൽ IPM സീറ്റ്സ് എന്ന് പറയുന്നത് IIM ബോധ് ഗയ, IIM ജമ്മു രണ്ടും ഒരുമിച്ച് ചേർത്തിട്ടാണ് 120 സീറ്റ്സ് വരുന്നത്. അതായത് 60 per IIM. ബോധ് ഗയ ഓൾസോ ഓഫേഴ്സ് 60 സീറ്റ്സ് ആൻഡ് IIM ജമ്മു ഓൾസോ ഹാസ് 60 സീറ്റ്സ്. ആൻഡ് കേരളത്തിലുള്ള എക്സാം സെന്റേഴ്സ് എന്ന് പറയുന്നത് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം. ആൻഡ് മുമ്പത്തെ 2 എക്സാംസ് നമ്മൾ കണ്ടു കോഴിക്കോടും തിരുവനന്തപുരവും മാത്രമേ സെന്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ജിപ്മാറ്റ് എക്സാമിന് കൊച്ചിയും കൂടി ഒരു സെന്റർ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇത് ജസ്റ്റ് 2021 ജിപ്മാറ്റ് ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ അടുത്ത കൊല്ലത്തേക്ക് നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോഴേക്കും കുറച്ചും കൂടി സീറ്റ്സ് കൂടുകയും ആൻഡ് വേറെ എക്സാം സെന്റേഴ്സ് വരികയും ആൻഡ് ഫീ ഡീറ്റെയിൽസും ഒക്കെ അതിനനുസരിച്ച് മാറുന്നതാണ്. അപ്പൊ ആ സമയമാകുമ്പോൾ നമ്മൾ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കാൻ എന്താണ് ഈ എക്സാം, എന്തൊക്കെ പോർഷൻസ് ആണ് ഉള്ളത്, ഇതിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ്, ആൻഡ് ഈ 2 IIMകളിൽ എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ് നടക്കുന്നത്, മാർക്സിന്റെ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ്, ആൻഡ് അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ സ്കൂൾ ടു IIMൽ IPM സീരീസിൽ നമ്മൾ ഇതുവരെ ഏതൊക്കെ IIMസിൽ IPM പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുണ്ട്, ആൻഡ് വൈ യു നീഡ് ടു സ്റ്റഡി ഇൻ IIM ആൻഡ് ഹൗ ടു പ്രിപ്പയർ, ആൻഡ് എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് അതുകൂടാതെ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ. വിൽ ബി റിലീസിംഗ് മോർ ഇൻഫർമേഷൻ ആൻഡ് മോർ വീഡിയോസ് ഓൺ ദീസ് ടോപ്പിക്സ്. സ്കൂൾ ടു IIM, IPMAT, JIPMAT ഓൺലൈൻ കോച്ചിംഗ് പ്രോഗ്രാം +1, +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡൗൺലോഡ് ദ സ്കൂൾ ടു IIM ആപ്പ് നൗ. For more details, you can contact us using the links below.